കർത്താവ് നമ്മളെ നീതീകരിച്ചു. ക്രിസ്തുവിൻ്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കുന്നു. ഞാൻ പാപബോധത്തിലോ കുറ്റബോധത്തിലോ ജീവിക്കേണ്ടവനല്ല, ഞാൻ ക്രിസ്തുവിലെ നീതിബോധത്തിൽ ജീവിക്കേണ്ടവനാണ് എന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറുഭാഗവും കൂടെ പറയണം. ഈ നീതിയും ഈ നീതീകരണവും ഈ കൃപയും കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല. കാരണം 1 കൊരിന്ത്യർ 15:34 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. എന്നെ നീതീകരിച്ച കർത്താവിനെ, എന്നെ വിശുദ്ധീകരിച്ച കർത്താവിനെ ഞാൻ ഇനി ദുഃഖിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. അവൻ ക്ഷമിക്കുന്നു, അവൻ പൊറുക്കുന്നു എന്ന് കരുതി ഞാൻ വീണ്ടും പാപത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും.